ഇതിപ്പോൾ 2 വർഷത്തിനുള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ 3ാമത്തെ സക്സസ് സെലിബ്രേഷനാണ് നമ്മൾ ദുബായിൽ ആഘോഷിക്കുന്നത്. ഇപ്പം ഇതിന് മുന്നേ എനിക്ക് മുന്നേ സംസാരിച്ച പലരും ഈ കാവ്യം ഫിലിം കമ്പനിയും എന്നെയും വളരെയധികം പ്രശംസിച്ച് സംസാരിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അന്ന് ആർക്കും അറിയാത്ത വേറെ കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എല്ലാവരും ഈ സക്സസിൻ്റെ ഇത് മാത്രം കേട്ടാൽ പോരാ. 2017 ഞാൻ ഈ സിനിമയിലോട്ട് വന്നത്, എൻ്റെ ജീവിതത്തിലോട്ട് സിനിമ കടന്നു വന്നത്. അതിന് നിമിത്തമായത് ഞങ്ങളൊരു ബില്ലുകളിൽ താമസിച്ചിരുന്ന എൻ്റെ ഫ്രണ്ട് ഡോക്ടർ സതീഷും സുമിതയും ഞങ്ങൾ രാത്രി പല ചർച്ചകളിലും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് സിനിമയെന്ന് പറയുകയും കാലഘട്ടത്തിൽ എനിക്ക് പരിചയമുള്ള സതീഷ് ഡോക്ടർ പരിചയമുള്ള ഒരു ഡയറക്ടറെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഞങ്ങളങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുകയും ദുബായിലെ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ലോഞ്ചിങ് ചെയ്യുന്നത്. ഒരു വലിയ നഗരം ഇതെല്ലാം ചെയ്തിരുന്നു. അതിൽ ആ ആഘോഷത്തിൽ പങ്കെടുത്തിരുന്ന കുറേയധികം ആൾക്കാരൊക്കെ ഉണ്ടാവും. എൻ്റെ ജീവിതത്തിൽ വെച്ച് നടത്തിയ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു എന്ന് ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം മനസ്സിലാക്കി. ആ സിനിമ ശരിക്കും അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏകദേശം 1 മാസം കുട്ടികളുള്ളിൽ ഞാനതിൽ നിന്ന് നൈസായിട്ട് ഞാനത് ആ പ്രൊജക്റ്റിൽ പോയി. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്താക്കണതിൽ ഏറ്റവും നല്ലൊരു തീരുമാനമാണ്. അതിനുശേഷമാണ് ഏകദേശം 2018 മാമാങ്കം എന്ന സിനിമ വന്നത്. അതും എല്ലാവർക്കും അറിയാം. ഇത്രയധികം പ്രശ്നങ്ങൾ നേരിട്ടാക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവില്ല. അത്രയധികം, അതായത് മാമാങ്കത്തിൻ്റെ സിനിമയിലുള്ള യുദ്ധത്തിനേക്കാൾ കൂടുതൽ യുദ്ധം പുറത്തുണ്ടായിരുന്നു. ഏകദേശം സുപ്രീം കോർട്ട് വരെ സ്ഥിരമായിട്ട് കേസുകൾ, നാട്ടിലുള്ളവരും അതിലെല്ലാം കോടതികളിലും കാവ്യേറ്റിടുക, ഇങ്ങനെ ഏത് ദിവസങ്ങളിലും വേണമെങ്കിലും ഷൂട്ടിങ് സ്റ്റോപ്പ് ചെയ്യാം. ഈവൻ റിലീസിൻ്റെ തലേദിവസം പോലും ഹൈക്കോടതിയിൽ ഇത് ഇഞ്ചക്ഷൻ ഓർഡറിന് വേണ്ടി വന്നിരുന്നു. അത്രയധികം പ്രശ്നങ്ങൾ നേരിടുകയും സിനിമ അസോസിയേഷനുകൾ, ഫെഫ്ക, പ്രൊഡ്യൂസർ അസോസിയേഷൻ, ഫെഫ്ക എല്ലാം കാവ്യം ഫിലിം കമ്പനിനെ ബാൻ ചെയ്തിരുന്നു. അതായത് അതിലെ മെമ്പേഴ്സായിരുന്ന ആരും ഈ സിനിമയിൽ സഹകരിക്കരുതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അതിൻ്റെ ഭാരവാഹികളെ എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് വളരെ മോശമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് മീറ്റിങ്ങിനെ വിളിച്ചു കഴിഞ്ഞിട്ട്. പക്ഷേ അന്ന് ആ സിനിമ തിയേറ്ററിൽ ഇറക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതിനുകൂടി എൻ്റെ കൂടെ നിന്നത് നേരത്തെ നിങ്ങൾ ഇവിടെ വെൽക്കം സ്പീച്ച് പറഞ്ഞ സൈബി, എയ്ജോ, അതേപോലെ തന്നെ ബോബൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ അത്ര ആത്മാർത്ഥമായിട്ട് നിൽക്കുകയും നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങുകയും ചെയ്തു.